പുരാണ കഥകളിലെ അത്യന്തം തിളക്കമേറിയ ഒരു കഥാപാത്രമാണ് അഹല്യ. ഗൗതമൻ എന്ന മഹർഷിയുടെ പത്നിയാണ് അഹല്യ. അവർ വളരെ സന്തോഷത്തോടു കൂടി വനത്തിൽ ആശ്രമത്തിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഗൗതമൻ പുറത്തു പോയ സമയത്ത് ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അവിടെ വരും. അപ്പോൾ അതിഥിയെ സൽക്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മര്യാദ കൊണ്ട് അഹല്യ ഇന്ദ്രനെ സ്വീകരിച്ചിരുത്തി ഫലമൂലാദികളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഗൗതമൻ കയറി വരുമ്പോൾ ഗൗതമൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ദേവേന്ദ്രനാണ്, അതിഥിയാണ്, അതിഥിയോട് മുഷിഞ്ഞ മുഖം കാണിച്ചുകൂടാ. ഇന്ദ്രനും യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒന്ന് ഗൗതമൻ അഹല്യ ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പം തന്നെ ക്ഷമിക്കുകയാണ്. അതിഥി സൽക്കാരമല്ലേ ചെയ്തുള്ളൂ, അത് നമ്മൾ അരുത് എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ്റെ മനസ്സിൽ ഈ അഹല്യയുടെ രൂപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത്ര സുന്ദരിയാണ് അഹല്യ. അപ്പോൾ എങ്ങനെയെങ്കിലും അഹല്യ ഒന്ന് പ്രാപിക്കണം എന്നുള്ളൊരാഗ്രഹം ദേവേന്ദ്രൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, ഈ ആഗ്രഹം അടക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം അർദ്ധരാത്രി ആയപ്പോൾ ദേവേന്ദ്രൻ ഒരു കോഴിയുടെ രൂപത്തിൽ ഈ ഗൗതമൻ്റെ ആശ്രമത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഉറക്കം അങ്ങോട്ട് കൂവി. അപ്പോൾ കോഴി കൂവിയാൽ നമുക്കറിയാം നേരം വെളുക്കാറായി എന്ന്. പണ്ടും ഇപ്പോഴുമൊക്കെ അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്. ഇപ്പോഴത്തെ കോഴികൾ അർദ്ധരാത്രിയും കൂവും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ കോഴി കൂവിയപ്പോൾ ഗൗതമൻ ഉണർന്നു. വേഗം ജസ്റ്റ് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വേഗം ഉണർന്നു. എന്നിട്ട് അങ്ങനെ അഹല്യയോട് പറഞ്ഞു, നേരം വെളുക്കാറായും തോന്നുന്നു, ഞാൻ നദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ കോഴിയുടെ രൂപത്തിൽ ഇങ്ങോട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട്. വേഗം എന്ത് ചെയ്തു, കോഴിയുടെ രൂപം അങ്ങോട്ട് മാറ്റി ഗൗതമൻ്റെ രൂപത്തിൽ ആശ്രമത്തിൻ്റെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അഹല്യ ഒന്ന് അന്താളിച്ചു. ഇപ്പം അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇപ്പം തന്നെ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതമൻ പറഞ്ഞു, ഗൗതമൻ എന്ന് വെച്ചാൽ ഈ പ്രച്ഛന്ന വേഷധാരിയായ ഗൗതമൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയതാണ്, അർദ്ധരാത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ അഹല്യയുടെ കൂടെ അങ്ങോട്ട് ശയിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംഗമം നടക്കുമ്പോഴാണ് സാക്ഷാൽ ഗൗതമൻ്റെ വരവ്. ഗൗതമനെ കണ്ടപ്പോൾ ഇന്ദ്രൻ വിറയ്ക്കാൻ തുടങ്ങി. ഗൗതമൻ ശപിക്കുക തന്നെ ചെയ്തു. അങ്ങനെ പുരുഷത്വം നഷ്ടപ്പെട്ട ഇന്ദ്രൻ തലയും താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങി. പാവം അഹല്യയ്ക്ക് ഇങ്ങനെ ഭർത്താവിൻ്റെ വേഷത്തിൽ വന്നുകൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. അതൊന്ന് പറയാൻ പോലും ഗൗതമൻ അവസരം കൊടുത്തില്ല. അതിനു മുമ്പ് അഹല്യയെ ശപിച്ചു. അഹല്യ ഒരു ശിലയായിട്ട് അവിടെ എന്താ പറയുക പതിക്കുകയും ചെയ്തു. അങ്ങനെ ശിലയായിട്ട് കുറേ കാലം കിടന്നു. ഗൗതമൻ പക്ഷേ അപ്പം തന്നെ ആശ്രമം വിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അഹല്യ ഇങ്ങനെ ശിലയായി കിടക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടുകൂടി അതുവഴി ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ശൂന്യമായി കിടക്കുന്ന ഈ ഗൗതമാശ്രമം കണ്ടപ്പോൾ വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും ഈ അഹല്യയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പാവം ശിലയായി കിടക്കുകയാണ്. പക്ഷെ കുമാരൻ്റെ പാദം ശിലയിലൊന്ന് സ്പർശിച്ചാൽ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടും. അതുകൊണ്ട് കുമാരനൊന്ന് ആ ശിലയെ മെല്ലെ സ്പർശിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ രാമൻ പറഞ്ഞതുപോലെ തന്നെ പാദമുയർത്തി മെല്ലെ ആ ശിലയെ സ്പർശിച്ചതും അഹല്യ പൂർവ്വരൂപം പ്രാപിച്ചു. അങ്ങനെ വന്ദിച്ചു നിന്നു ശ്രീരാമനെ. അപ്പോൾ തന്നെ ഗൗതമനും അവിടെ എത്തി, അവരുടെ പുത്രനായ ശതാനന്ദനും അവിടെ എത്തി. അപ്പോഴേക്കും ഗൗതമൻ്റെ കോപമൊക്കെ പോയിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പുത്രനും കൂടി ആശ്രമത്തിൽ വളരെ കാലം സുഖമായിട്ട് ജീവിച്ചു. ഇനി അഹല്യയ്ക്ക് വേറൊരു അഹല്യയെ പറ്റിയ ഒരു കഥയും കൂടെ, നല്ല രസകരമായിട്ടുള്ളൊരു കഥയാണത്. ബാലി സുഗ്രീവൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, വാനരന്മാർ. ആ ബാലിയുടെയും സുഗ്രീവൻ്റെയും വളർത്തമ്മയാണ് അഹല്യ. അതെങ്ങനെ സംഭവിച്ചു എന്ന് മുത്തശ്ശി പറഞ്ഞു തരാം കേട്ടോ. സൂര്യൻ്റെ തേരാളിയായിട്ട് അരുണൻ എന്നൊരാളുണ്ട്. അരുണൻ എന്ന് പറയുന്നത് ഗരുഡൻ്റെ സഹോദരനാണ്. വികലാംഗനാണ്. ഇവിടം വരെ ഉള്ളൂ ശരീരം, ഇവിടുന്ന് അങ്ങോട്ട് ശരീരമില്ല. അപ്പം അരുണൻ്റെ ജോലി സൂര്യൻ്റെ ഈ 7 കുതിരകളെ പൂട്ടിയ രഥം തെളിക്കുക, ദിവസവും കൃത്യസമയത്ത് ജോലിക്ക് പോവുക, ജോലി വൈകുന്നേരം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവുക, അതാണ് ജോലി. അപ്പോൾ ഒരു ദിവസം അരുണനൊരാഗ്രഹം, സ്വർഗത്തിലെ അപ്സരസുകളുടെ നൃത്തം നടക്കാറുണ്ട്, ആ നൃത്തം ഒന്ന് കാണണം എന്നൊരു വലിയ ആഗ്രഹം. രാത്രി ഏതായാലും ഡ്യൂട്ടി ഇല്ല. ഈ അപ്സരസുകളുടെ നൃത്തം എന്ന് പറയുന്നത് രാത്രിയാണ്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്, അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ അരുണൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു സ്ത്രീ രൂപം അങ്ങോട്ട് ധരിച്ചിട്ട് അപ്സരസുകളുടെ നൃത്തശാലയിലേക്ക് കയറി ചെല്ലും. അവിടെ ചെന്ന് ഇങ്ങനെ നൃത്തമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ്റെ കണ്ണിൽ ഈ സുന്ദരി പെട്ടു. ദേവേന്ദ്രൻ അങ്ങനെയാണ്, എവിടെ സുന്ദരിമാരുണ്ടെങ്കിലും കണ്ണവിടെ പെടും. എന്നിട്ട് അവർ തമ്മിൽ സംഗമം നടക്കുകയാണ്. അപ്പോൾ തന്നെ ദേവന്മാരുടെ കാര്യമൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ തന്നെ അരുണീദേവി എന്നാണ് പേര്. അരുണീദേവി ഒരു പുത്രന് ജന്മം നൽകും. ആ പുത്രനാണ് ബാലി. അപ്പോൾ അരുണീദേവി ചോദിക്കും, അയ്യോ ഇന്ദ്ര, ഞാൻ എന്താ ചെയ്യുക ഈ കുട്ടിയെ, എനിക്ക് വളർത്താനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയും.
എന്താ സംശയമൊന്നും വേണ്ട, അവിടെ ഗൗതമൻ്റെ ആശ്രമത്തിൽ അഹല്യാദേവി ഉണ്ട്, അവരെ കൊണ്ട് ഏൽപ്പിക്കൂ, അഹല്യാദേവി കുട്ടിയെ വളർത്തിക്കോളൂ എന്ന് പറയും. അങ്ങനെ അരുണീദേവി ഈ കുഞ്ഞിനെയും കൊണ്ട് ഭൂമിയിലെത്തി അഹല്യാദേവിയെ വളർത്താൻ ഏൽപ്പിച്ചു. അഹല്യ സന്തോഷമായിട്ട് ആ കുട്ടിയെ വളർത്താൻ ഏൽക്കുകയും ചെയ്തു. അങ്ങനെ അരുണീദേവി അരുണൻ്റെ വേഷമൊക്കെ തിരിച്ച് ഓടിപ്പടച്ച് അവിടെ എത്തിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ലേറ്റായിപ്പോയി. എന്താ വൈകാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അരുണൻ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ, സൂര്യനും എനിക്കും കാണണം അരുണീദേവിയായിട്ടുള്ള നിൻ്റെ രൂപം, ഒന്ന് കാണട്ടെ ആ സ്ത്രീ വേഷം എന്ന് പറഞ്ഞു. അപ്പോൾ അരുണൻ വേഗം വീണ്ടും അരുണീദേവിയായിട്ട് സ്ത്രീ രൂപത്തിൽ നിന്നു. എന്തിനധികം അവിടെ സൂര്യനും അരുണീദേവിയും തമ്മിൽ സംഗമം നടക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു പുത്രജനനവും ഉണ്ടാവും, അതാണ് സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവനെ ഞാനിനി എന്താ ചെയ്യുക എന്ന് ഭഗവാനോട് ചോദിക്കും, സൂര്യനോട് ചോദിക്കും അരുണൻ. പറയും, എന്ത് ചെയ്യാനാ, നേരത്തെ ബാലി എന്നുള്ള കുട്ടിയെ കൊണ്ടേ ഏൽപ്പിച്ചില്ലേ അഹല്യയെ, അതേപോലെ ഇയാളെയും കൊണ്ടേ ഏൽപ്പിക്കൂ, ജ്യേഷ്ഠനും അനുജനും അവിടെ ഒന്നിച്ച് വളരട്ടെ, അഹല്യയ്ക്ക് അത് സന്തോഷമാവുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ അരുണൻ ഈ സുഗ്രീവൻ എന്നുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് ഗൗതമൻ്റെ ആശ്രമത്തിൽ വരികയും അഹല്യാദേവിയെ ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അഹല്യ ഈ 2 കുട്ടികളെ വളർത്തുകയാണ്, ബാലിയും സുഗ്രീവനെ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് വാനര രാജാവായ കിഷ്കിന്ധയിലെ വാനര രാജാവായ ഋക്ഷരജസ് അവിടെ വരികയും ഈ 2 കുട്ടികളെയും ദത്തെടുത്ത് കൊണ്ട് പോവുകയും ചെയ്യണത്. അങ്ങനെയാണ് അഹല്യ ബാലി സുഗ്രീവന്മാരുടെ വളർത്തമ്മയാവുന്നത്. അഹല്യ പുരാണങ്ങളിൽ പല അവസരത്തിലും കടന്നു വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ കഥ ഇവിടെ ഉപസംഹരിക്കാം.